ഇറാന്റെ മുന്നിൽ മുട്ടുമടക്കിയ അമേരിക്ക. ട്രംപിന്റെ സമാധാന നീക്കത്തിൽ കലിതുള്ളി നെതന്യാഹു. മാത്രമല്ല, ഇറാനിലേക്ക് ഒഴുകുന്ന റഷ്യൻ കരുത്ത്. അമേരിക്കയെ വിറപ്പിക്കാൻ പുടിന്റെ നീക്കവും നടക്കുകയാണ്. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടും പുറത്തു വരികയാണ്. ലോകം മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും വലിയ ആശങ്കയിലാണ്. എന്തായാലും ലോകം ശ്വാസം അടക്കി പിടിച്ചു നോക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ പശ്ചിമേഷ്യൻ മണ്ണിൽ അധികാരത്തിന്റെ പുതിയ ഗതിമാറ്റങ്ങൾ പ്രകടമാകുന്നു. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾക്ക് അന്ത്യം കുറിക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കാമെന്ന വാർത്തകൾ ഇസ്രയേലിനെ വിറപ്പിക്കുകയാണ്. ഇറാന്റെ കരുത്തിനു മുന്നിൽ ലോകശക്തിയായ അമേരിക്ക പോലും നയതന്ത്രപരമായിട്ടുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെടുക്കുന്നു എന്നത് മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് അടിവരയിടുന്നത്. ഇറാനെ സൈനികമായി തകർക്കാൻ ലഭിച്ച അവസരം ട്രംപ് നഷ്ടപ്പെടുത്തുമോ എന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന ഭയം. ഇനി 15 സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് അമേരിക്ക സമാധാനത്തിന് ശ്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഉറച്ചു നിൽക്കുന്നു. ഈ കരാർ ഇറാന്റെ ആയുധശേഷിയെ ബാധിക്കില്ല എന്ന് ഇസ്രയേൽ തിരിച്ചറിയുന്നു. ഇത് മേഖലയിലെ ഇറാന്റെ പ്രതിരോധ നിരയെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ. അമേരിക്ക ഒരു വെടിനിർത്തലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രഹരമേൽപ്പിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു. വരാനിരിക്കുന്ന 48 മണിക്കൂർ മേഖലയിൽ അതീവ നിർണായകമാണ്. എന്നാൽ ഇറാന്റെ അതിശക്തമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും തിരിച്ചടിക്കാനുള്ള സന്നദ്ധയും ഏതൊരു നീക്കത്തെയും അപകടകരമായേക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിശദമായിട്ടുള്ള കരാർ ഇപ്പോഴും വിദൂരമാണെങ്കിലും ഇതൊരു പുതിയ ചട്ടക്കൂടിനുള്ള സാധ്യതയും തെളിയിക്കുന്നുണ്ട്. ഇറാന്റെ ഭരണകൂടത്തെയോ അവരുടെ മിസൈൽ പ്രോഗ്രാമുകളെയോ തടയാൻ അമേരിക്കയുടെ 50 പോയിന്റ് കരാറിന് സാധിക്കില്ല എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ഇത് നയതന്ത്ര മേശയിൽ ഇറാന് ലഭിച്ച വലിയൊരു മുൻതൂക്കായിട്ട് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി മിഡിൽ ഈസ്റ്റിലെ ഉടനീളം തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ സായുധ ശൃംഖലയെ തകർക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ യുദ്ധം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നത് ഇറാന്റെ ഈ ഒരു സ്വാധീനത്തെ നിലനിർത്താൻ സഹായിക്കും. അമേരിക്കയുടെ പിന്മാറ്റം ഇറാന്റെ പ്രതിരോധ നിരയായിട്ടുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് ലഭിക്കുന്ന ധാർമ്മിക വിജയമായിട്ട് മാറും. ഹേഗിലെ നാറ്റോ ഉച്ചകോടിക്കിടെ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളിൽ ട്രംപ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പൈലറ്റുമാരെ തിരികെ വിളിക്കൂ, ആ ബോംബുകൾ താഴെയിടരുത് എന്ന ട്രംപിന്റെ താക്കീത് ഇസ്രയേലിന് ലഭിച്ച കനത്ത പ്രഹരമായിരുന്നു. വെടിനിർത്തൽ ലംഘിക്കുന്നത് അനുവദിക്കില്ല എന്ന അമേരിക്കയുടെ കർശന നിലപാട് ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കി. ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ അന്താളിപ്പിച്ചു. ഇസ്രയേലിന്റെ നീക്കങ്ങൾ തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണെന്ന് അമേരിക്ക പ്രതികരിച്ചത് ഇരു കൂട്ടരും തമ്മിലുള്ള ഏകോപന ഇല്ലായ്മ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് സ്വന്തം അജണ്ട നടപ്പിലാക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമം ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം തുടരുന്നത് ലോകത്തിലെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് ട്രംപ് തിരിച്ചറിയുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 വരെ ഉയർന്നേക്കാമെന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാനാവില്ല. ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലെ പിടിമുറക്കൽ ആഗോള എണ്ണക്കടത്തിനെ സ്തംഭിപ്പിക്കുന്നു. ഇത് ട്രംപിനെ എത്രയും വേഗം സമാധാന ചർച്ചകളിലേക്ക് എത്താൻ നിർബന്ധിതനാക്കുന്നു. എന്നാൽ അമേരിക്കയിൽ ട്രംപിന്റെ ജനപ്രീതി 36% താഴ്ന്നത് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ഇന്ധനവിലയും ഭക്ഷ്യവസ്തുക്കളുടെ വിലയും വർദ്ധിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ട്രംപിന് അറിയാം. മറ്റൊരു ശാശ്വത യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴയ്ക്കാൻ വോട്ടർമാർ ആഗ്രഹിക്കാത്തതും ട്രംപിനെ സമാധാനത്തിന് പ്രേരിപ്പിക്കുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായിട്ട് അമേരിക്കൻ ഭരണകൂടം പിന്നാമ്പുറ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും ചർച്ചകളുടെ വാതിൽ അടഞ്ഞിട്ടില്ല. സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനത്തിലും ദേശീയ സുരക്ഷയിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ 5 പതിറ്റാണ്ടിന് ശേഷം ഇറാൻ നേടിയെടുത്ത നിയന്ത്രണം അമേരിക്കൻ സാമ്പത്തിക താൽപര്യങ്ങളെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കടൽപാതയിലൂടെ നിയന്ത്രണം ഇറാന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടാണ്. അമേരിക്കൻ സൈന്യത്തെ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ സമ്മർദ്ദതന്ത്രം ഇറാനെ സഹായിക്കുന്നുണ്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച 15 ഇന പദ്ധതി തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം 5 വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച ഇറാന്റെ നിലപാട് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. തങ്ങൾ തീരുമാനിക്കുമ്പോൾ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന ഇറാന്റെ തറച്ചു പറയൽ അവരുടെ ആത്മവിശ്വാസത്തെയാണ് കാട്ടുന്നത്.
ലോകശക്തികളെ ഒരേ സമയം സൈനികമായും നയതന്ത്രപരമായിട്ടും നേരിട്ടുകൊണ്ട് ഇറാൻ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അപ്രമാദിത്വം ഉറപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം ദിനംപ്രതി രൂക്ഷമാകുന്നതിനിടെ ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ ബാധിക്കുന്ന പുതിയൊരു വെളിപ്പെടുത്തലുകളിലൂടെയാണ് പുറത്തു വരുന്നത്. അതായത് പാശ്ചാത്യ രഹസ്യാന്വേഷണ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റഷ്യ ഇറാനിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഡ്രോണുകൾ രഹസ്യമായി എത്തിക്കുന്നതായിട്ടുള്ള സൂചനകളുണ്ട്. മരുന്നുകളും ഭക്ഷണവും ഉൾപ്പെടുന്ന മാനുഷിക സഹായങ്ങളോടൊപ്പം തന്നെ സൈനിക സാങ്കേതിക വിദ്യയും കൈമാറുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടിന്റെ പ്രധാന കണ്ടെത്തൽ. എന്തായാലും വിയോൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഈ ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെയാണ്. ഇതിനുശേഷം വളരെ വേഗത്തിലാണ് ഈ റഷ്യയും ഇറാനും തമ്മിലുള്ള ഇടപാടുകൾ ശക്തമായത് എന്നാണ് സൂചന. പ്രത്യേകിച്ച് ഇറാൻ ഇതിനകം തന്നെ യുക്രൈനിൽ ഉപയോഗിക്കാൻ റഷ്യക്ക് ഷാഹെദ് പരമ്പരയിലെ ഡ്രോണുകൾ നൽകിയിരുന്നു എന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഒരു റോൾ റിവേഴ്സൽ ആയി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് മുമ്പ് വിതരണക്കാരനായിരുന്ന ഇറാൻ ഇപ്പോൾ സാങ്കേതികമായിട്ട് മെച്ചപ്പെടുത്തിയ സംവിധാനങ്ങൾ തേടുന്ന നിലയിലേക്കാണ് മാറിയിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ റഷ്യ ശക്തമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വാഗ്ദാവ് ദിമിത്രി പെസ്കോവ് വ്യാജ വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈനിക സഹായം നൽകിയെന്ന ആരോപണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ അസർബൈജാൻ വഴി 13 ടണ്ണിലധികം മരുന്ന് ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം ഇറാനിലേക്ക് അയച്ചതായിട്ട് റഷ്യ ഔദ്യോഗികമായിട്ട് സമ്മതിക്കുകയും ചെയ്തു. ഇതിലൂടെ മാനുഷിക സഹായത്തിന്റെ മറവിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന സംശയം ശക്തമാവുകയാണ്. റഷ്യയുടെ ലക്ഷ്യം വെറും ഒരു യുദ്ധസഹായത്താൽ ഒതുങ്ങുന്നതല്ല എന്നതാണ് പാശ്ചാത്യ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് റഷ്യയുടെ വലിയ ലക്ഷ്യമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇനി സൈനിക സഹായത്തോടൊപ്പം സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് ഇറാനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ. ഇതൊരു പരസ്യ പ്രതിരോധ കരാറല്ല എങ്കിലും പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തന്ത്രപരമായിട്ടുള്ള സഖ്യത്തിന്റെ രൂപീകരണമായിട്ടും കണക്കാക്കപ്പെടുന്നു. എന്തായാലും ഡ്രോണുകളുടെ പ്രാധാന്യം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ്. ഇറാൻ ഇതിനോടകം തന്നെ ചെലവ് കുറഞ്ഞ എന്നാൽ കൃത്യതയേറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് യുദ്ധഭൂമിയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച രാജ്യമാണ്. 2023 മുതൽ റഷ്യ ഇറാനിയൻ ഡിസൈനുകൾ അടിസ്ഥാനമാക്കി സ്വന്തം ഡ്രോണുകൾ വൻതോതിൽ നിർമ്മിച്ചു വരികയാണ്. ഇപ്പോൾ അതേ സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തി തിരിച്ച് ഇറാനിലേക്ക് എത്തിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഷാഹെദ് 136 ഡ്രോണിന്റെ പരിഷ്കരിച്ച പതിപ്പായിട്ടുള്ള ഗരാൻ 2 ഇറാനിലേക്ക് കൈമാറപ്പെടുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഈ ഡ്രോണുകൾക്ക് കൂടുതൽ ഭാരമേറിയ പാലോഡുകൾ വഹിക്കാനുള്ള കഴിവും ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട നാവിഗേഷൻ സംവിധാനങ്ങളും ഉള്ളതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരം സാങ്കേതിക പുരോഗതികൾ ഇറാന്റെ ഡ്രോൺ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതിനെ കൂടുതൽ അപകടകാരിയാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ സൈനിക സഹായം ഡ്രോണുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഉപഗ്രഹ ചിത്രങ്ങൾ, ഇന്റലിജൻസ് ലക്ഷ്യമിടൽ സഹായങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും റഷ്യ ഇറാനുമായിട്ട് പങ്കുവെക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. 500 വർബ ലോഞ്ചറുകളും 2500 മിസൈലുകളും ഉൾപ്പെടുന്ന ഒരു വലിയ വ്യോമ പ്രതിരോധ പാക്കേജ് പോലും റഷ്യ പദ്ധതിയിട്ടതായിട്ട് സൂചനയുണ്ട്. എന്നാൽ അമേരിക്കയുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ S-400 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ നൽകുന്നതിൽ റഷ്യ ഇപ്പോഴും ജാഗ്രത പുലർത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ തന്നെ റഷ്യ ഇറാൻ ബന്ധം ഒരു സാധാരണ സഹകരണത്തിനപ്പുറം ആഴത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് നീങ്ങുന്നതായിട്ട് വ്യക്തമായി കാണാം. ഔദ്യോഗികമായി പരസ്പര പ്രതിരോധ കരാർ ഇല്ല എങ്കിലും ആയുധങ്ങൾ, സാങ്കേതിക വിദ്യ, ഇന്റലിജൻസ് എന്നിവയുടെ കൈമാറ്റം വർദ്ധിക്കുന്നത് ഈ ഒരു ബന്ധത്തിന്റെ ശക്തിയെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ലോകരാഷ്ട്രത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വികസനമാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയിൽ ഈ ഒരു കൂട്ടുകെട്ട് ശക്തി പ്രാപിക്കുന്നത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിച്ചേക്കാം. ചെറിയ തോതിലുള്ള സാങ്കേതിക കൈമാറ്റങ്ങൾ പോലും വലിയ യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന സാഹചര്യത്തിൽ റഷ്യ ഇറാൻ സഹകരണം ഭാവിയിലെ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക ഘടകമാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്.